ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നാളെ ബയോളജി എക്സാം ആണ്. അപ്പോൾ ഒരുവിധം എല്ലാവരുടെയും പോർഷൻസ് ഒക്കെ കവർ ആയിട്ടുണ്ടാവും. ഞാൻ സുവോളജി ഒരുവിധം തീർത്തു. പിന്നെ ഇനിയുള്ളത് ബോട്ടണിയാണ്. ബോട്ടണി ഒരു 5-6 പാഠവും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടി ഇന്നൊന്ന് തീർന്നു കഴിഞ്ഞാൽ സമാധാനമാവും. ഞാൻ എക്സാമിനൻ്റെ ക്ലാസ് ആട്ടോ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ശൈലത്തിൻ്റെ തന്നെയാണ്. ശൈലത്തിൻ്റെ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊന്നും നോക്കിയിട്ടില്ല. കാരണം ഞാൻ വിചാരിച്ചു പോർഷനൊക്കെ തീർത്തിട്ട് നോക്കാമെന്ന്. കുറേ പേര് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ബയോളജി ഞാൻ ടെക്സ്റ്റ് നോക്കിയാണോ പഠിക്കുക, അങ്ങനെയാണോ നോക്കുന്നതെന്നൊക്കെയാണ്. പക്ഷേ ഞാൻ ടെക്സ്റ്റ് നോക്കിയല്ല പഠിക്കുന്നത്. ഞാൻ അല്ലാതെ ക്ലാസ് കണ്ട് തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ ടെക്സ്റ്റ് സുവോളജി ഞാൻ ടെക്സ്റ്റ് വായിക്കും. പിന്നെ ഡയഗ്രാംസ് ഫുള്ള് നോക്കാറുണ്ട്. കാര്യം നമുക്ക് ഇതിലുള്ള അതേ ഡയഗ്രാംസാണ് എക്സാമിന് വരുന്നുണ്ടെങ്കിലും വരുന്നത്. അപ്പോൾ ടെക്സ്റ്റിലെ ഡയഗ്രാംസ് ഫോളോ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സുവോളജി ഞാൻ റിവൈസ് ആക്കാൻ വേണ്ടി ടെക്സ്റ്റ് വായിക്കുക. പക്ഷേ ബോട്ടണി ടെക്സ്റ്റ് ഒന്നും വായിക്കാറില്ല. കാര്യം ബോട്ടണിയുടെ ഇതിൽ നമുക്ക് സ്കൂളിൽ നിന്ന് ഒരു ഷോർട്ട് നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഫോളോ ചെയ്യുക. കാര്യം ഇതിൻ്റെ അകത്ത് അത്യാവശ്യം എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ കണ്ടൻറ്റും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഷോർട്ടായിട്ടാണ്. അപ്പോൾ ഇത് വായിക്കാനാണ് കുറച്ചുകൂടെ ഹെൽപ്പായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഷോർട്ട് നോട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ സിമ്പിൾ വേയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വായിച്ച് നോക്കാനൊക്കെ നല്ല ഈസി ആയിട്ടുള്ളതാണ്. കൂടുതലും ടേബിളായിട്ടും പോയിൻറ്റ്സ് ആയിട്ടൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഓൾമോസ്റ്റ് ഫിഗേഴ്സൊക്കെ ഇതിൽ തന്നെ ഇൻക്ലൂഡും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ എന്താ പറയുക, ബോട്ടണി പഠിക്കുക. പിന്നെ ബോട്ടണി പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് 2 വീഡിയോസ് ഉണ്ട്, 2 ലൈവ്സ് കഴിഞ്ഞതുണ്ടല്ലോ സൈലത്തിൻ്റെ. അപ്പോൾ അത് രണ്ടും കാണണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക്സ് ഒന്ന് വായിക്കണം. പിന്നെ NCERT ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യണം. PYQs ചെയ്യാൻ ടൈം ഉണ്ടോയെന്നൊന്നും അറിയില്ല. ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കണം. ഇത്രയാണ് പ്ലാൻ. നാളെ ഉച്ച വരെ സമയമുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ എന്തായി? ഒരുവിധം എല്ലാവർക്കും തീർന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നാളത്തെ എക്സാം നല്ല ഈസി ആവട്ടെ കേട്ടോ.